ഇവിടുത്തെ വൈകുന്നേരങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരക്കി വരികയും ചിലവാകുകയും ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് പഴംപൊരി കൊത്തുറോൾ. ബീഫ് 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 ഇനി ഇവയെല്ലാം ചേർത്ത് ഇങ്ങനെ സുജിത്തിൻ്റെ കൈ കിടന്നൊരു കളിയാണ്. ഇത് നമുക്ക് പറ്റിയ പണിയല്ല, അറിയാവുന്നവർ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ ചൂട് മണമുണ്ടല്ലോ, ആ വാഴയിലയുടെ മണവും പൊറോട്ടയുടെ ചൂടും എല്ലാടെ നിന്നിട്ട് അകത്തെ ആ ഒരു ഐറ്റത്തിൻ്റെ ടേസ്റ്റ് ഡൊമോ കിടുക്കാച്ചി. എൻ്റെ പൊന്നു കൂട്ടുകാരെ, ഞാൻ ആകെപ്പാട് വല്ലാത്തൊരു പ്രതിസന്ധിപ്പെട്ടിരിക്കുക. പ്രതിസന്ധി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഇന്ത്യ പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം തുടങ്ങാൻ പോകുന്നതിൻ്റെ വന്നതാണ്. ഒന്നുമല്ല, അതിനും വലിയൊരു യുദ്ധത്തിന് തിരികൊളുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറെ ആരുമല്ല, എൻ്റെ ഭാര്യയോട് തന്നെ. വെറുതെ ഒന്നും രണ്ടും പറഞ്ഞ് കുണുകുണുകുണാന്ന് വർത്താനം പറഞ്ഞൊരു വഴക്ക്. സാധാരണ ഞങ്ങളിങ്ങനെ ആഴ്ചയിൽ എങ്ങനെയാണ് 2-3 വഴക്കുണ്ടാവുന്നേ. അങ്ങനെ വഴക്കുണ്ടാകുന്ന സാഹചര്യത്തിൽ ഞാൻ ചെയ്യും, കുറച്ച് നേരം കഴിഞ്ഞ് പുറത്തിറങ്ങിപ്പോയി ഒന്നീ പൊറോട്ട ചിക്കൻ ഫ്രൈ, അല്ലേ പൊറോട്ട ബീഫ് ഫ്രൈ, അല്ലേ ഒരു മസാല ദോശ, അതൊക്കെ കൊണ്ട് കൊടുത്ത് സോപ്പിടുമ്പോഴത്തേന് ആ കെറുവങ്ങ് മാറും. പക്ഷേ ഇപ്രാവശ്യം വഴക്കുണ്ടാക്കിയിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പറയാം, സ്ഥിരം ബീഫും പൊറോട്ടയും ചിക്കൻ ഫ്രൈയും മേടിച്ചുകൊണ്ട് ഇനി വന്നേക്കാനും. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറൈറ്റി എന്തെങ്കിലും ഐറ്റം കൊടുത്തിട്ട് ഇണക്കാവുന്നു. അങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഫുഡ് മേടിച്ച് കൊടുക്കാമെന്ന് കരുതി ഞാൻ കുറേ കടകൾ ഈ മണ്ടൻ വണ്ടിക്കകത്തോട്ട് കയറി ഇറങ്ങി നടങ്ങി. പക്ഷേ എങ്ങുമില്ല, എവിടെ ചെന്നാലും ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ ഇതൊക്കെ തന്നെ. അപ്പോഴാണ് ശരവണ ഹോട്ടലിനെ കുറിച്ച് അറിയുന്നത്. ഈ ശരവണ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഈ റോസ്റ്റും മസാല ദോശയും ഉഴുന്നുവടയും ചമ്മന്തിയൊക്കെ വരും. അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും അല്ല ഇവിടെ. വെറൈറ്റി ആയിട്ട് കുറേ ഐറ്റംസ് ഉണ്ട്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടാൽ ഞെട്ടുന്ന വെറൈറ്റിയാണ്. അത് അകത്തോട്ട് ചെന്നിട്ട് നിങ്ങളെ ഓരോന്നായിട്ട് ഞാൻ പഠിപ്പിക്കാം. ഇതിലൊരു വെറൈറ്റി ആയെന്ന് കൊണ്ടു കൊടുക്കും. എൻ്റെ വീട്ടിലെ യുദ്ധം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ അവസാനിക്കും. ഞാൻ പറഞ്ഞില്ലേ ശരവണ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ടെന്ന്. ആ ഐറ്റംസൊക്കെ പരിചയപ്പെടുത്തുന്ന മുമ്പായിട്ട് ശരവണയുടെ ജീവാത്മാവും പരമാത്മാവുമായ നമ്മുടെ പ്രിയ കൂട്ടുകാരൻ സുജിത്ത് ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. സുജിത്തെ നമസ്കാരം. അപ്പോൾ ഇന്ന് നിൻ്റെ വിശേഷങ്ങളും നിൻ്റെ കടയുടെ വിശേഷങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അമ്മ, ചേച്ചി എല്ലാവരുമായിട്ട് വളരെ രസകരമായിട്ട് എന്താ പറയുക, വെറൈറ്റി ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ തയ്യാറാക്കി പയലോരം റെസ്റ്റോറൻറ്റ് ഒരു പേരൂടിട്ട് വളരെ ഗംഭീരമായിട്ട് കച്ചവടം നടന്നുകൊണ്ടിരിക്കും. ഇവിടെ വന്നു കയറി ഇവിടുത്തെ ഓരോ ഐറ്റംസിലുണ്ടോ തത്തുമ്പോൾ ഞെട്ടിപ്പോയി. അപ്പോൾ ആ ഞെട്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയട്ടെ. ഇവിടുത്തെ വൈകുന്നേരങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരക്കി വരികയും ചിലവാകുകയും ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് പഴംപൊരി കൊത്തുറോൾ, പിന്നെ കപ്പ കൊത്ത്, പിന്നെ കൊത്തു പൊറോട്ട, പുഴുക്കുണ്ട്, മിക്സഡ് പുഴുക്ക്. അതായത് കാച്ചിൽ, ചേമ്പ്, ചേന, മധുരക്കിഴങ്ങ്, കപ്പ, ഇത്ര ഐറ്റം ചെയ്ത് മിക്സഡ് പുഴുക്കുണ്ട്. അതിന് വെറൈറ്റി 2 തരം ചമ്മന്തി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഐറ്റംസിൻ്റെ പേരൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് വിചാരിക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതെങ്ങനെ ഇരിക്കുന്നു കാണാൻ തോന്നിയില്ലേ? അപ്പോൾ ഓരോന്നായിട്ട് സുഖിത്ത് നമുക്ക് കാണിച്ചത്. കൊത്തു പൊറോട്ട ഓൺ ദി സ്റ്റേജ്, സവാള ഗിരിഗിരി, കറിവേപ്പില, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇതിനകത്ത് ചേരേണ്ട സാധനം മുട്ട ഒഴിച്ചു. ഇനി ഇത് 3 കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യും. ഗിരി 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 ഗിരി. നമ്മൾ വീശി പരത്തി അടിച്ച പൊറോട്ട ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുകയാണ്. ഈ സാധനമാണ് നമ്മൾ കൊത്തു പൊറോട്ടയ്ക്കകത്ത് ഇടാൻ പോകുന്നത്. ഒരു നല്ല മണം ഇവിടെ ഇങ്ങനെ പരക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബീഫ്, ഗ്രേവി കൂടിയ ബീഫ്, ഇനിയാണ് നമ്മൾ നേരത്തെ കേട്ട കിടി കിടി കിടി. കാണാൻ തന്നെ എന്ത് രസമാണ്, അപ്പോൾ കഴിക്കാൻ എന്തായിരിക്കും. നേരത്തെ ഇത്രയുള്ള ബീഫ് കഷ്ണമൊക്കെ കിടന്നത് എല്ലാം നല്ല അരിഞ്ഞ് ചെറിയ ചെറിയ പീസുകളായി നമ്മുടെ മുട്ടത്തോരം പോലെയായി. ഞാനൊരു 2 കൊത്ത് കുത്ത് നോക്കട്ടെ. എന്താവുന്നൊന്നും അറിയത്തില്ല, എന്നാലും നോക്കിക്കോ. ഇതിൻ്റെ സൗണ്ട് വരുന്നില്ലല്ലോ. ഒരു കാര്യം ഉറപ്പാണ്, ഇത് നമുക്ക് പറ്റിയ പണിയല്ല, അറിയാവുന്നവർ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കുടവാള് തിരിച്ചു കൊടുത്തിരിക്കുന്നു. ഇതിപ്പോൾ ഈ കൊത്തു പൊറോട്ട, ഈ കപ്പ കൊത്ത്, പഴംപൊരി കൊത്തുറോളൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായി? കൊത്തുപൊറോട്ട നേരത്തെ അച്ഛനുള്ളപ്പോഴേ ഉണ്ട്. പിന്നെ കൊപ്പക്കൊത്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 8-9 മാസമായി. അതിനുശേഷം പിന്നെ നിന്ന് തിരിയാൻ സമയമില്ലെന്ന് പറയല്ലേ. അതാണ്
ഇതിനകത്തിട്ട് ഇനി വെജിറ്റബിൾ മിക്സ് ചേരാൻ പോവാണ്. പുതിനയില, കറിവേപ്പില കുറച്ച്, പച്ചമുളക്, ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ക്യാപ്സിക്കം, പിന്നെ അവസാനം നമ്മുടെ സ്വന്തം കുരുമുളക്. അപ്പോൾ വെജിറ്റബിൾ മിക്സ് നടുക്ക് വെച്ചിട്ട് ഈ സൈഡിലുള്ള സാധനങ്ങളെല്ലാം മൂടി കുറച്ച് നേരം ഒന്ന് വെക്കും. കാരണം ചൂടിനകത്ത് നിന്ന് ഇതിനകത്ത് നിന്നൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് പിന്നെ മുട്ട ഇങ്ങനെ കട്ട് ചെയ്ത് നാല് പീസാക്കി വെച്ച് പെപ്പറൂടെ മിക്സ് ചെയ്ത് ഇതിനകത്തോട്ട് ഈ സാധനം വെക്കും. ഇതിപ്പോൾ 2 പ്ലേറ്റ് കൊത്തു പൊറോട്ടയൊക്കെയുള്ള സാധനമാണ് കല്ലെ കിടക്കുന്നത്. ഇതൊരെണ്ണത്തിന് 150. ഒരെണ്ണത്തിന് 150 രൂപ ഒരു പ്ലേറ്റിന്. പക്ഷേ 150 രൂപ എടുത്ത് കഴിച്ചാലുണ്ടല്ലോ വിശപ്പ് ഒരു കുറച്ച് മണിക്കൂറുകൾ നമ്മൾ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഇതിനകത്ത് കല്യാണരാമനകത്ത് പറയുന്ന പോലെ കുറച്ച് അലങ്കാര പരിപാടികളുള്ള ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ കാണാൻ തന്നെ ഒരു ഭയങ്കര ചന്തമായിരിക്കും, രുചി അത് അതിനെക്കാട്ടിലും കെങ്കേമം. ശരവണ ഹോട്ടലിലെ വിഭവങ്ങൾ തേടി വന്നപ്പോഴേ അതിനെക്കാട്ടിലും വലിയൊരു സർപ്രൈസ് ഇവിടെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ആകസ്മികമായിട്ടുണ്ടായി. എൻ്റെ വലിയ ശരീരത്തിൻ്റെ പുറകിൽ ഒരാൾ നിൽപ്പുണ്ട്. ആളിനെ കാണുമ്പോൾ വലിയ ആമുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതെ, ഡോക്ടർ സൗമ്യ. ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരേ പാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ പറയുക, അപ്പം ഇവിടുത്തെ വിശേഷങ്ങൾ കഴിഞ്ഞ ദിവസം വന്ന് കഴിച്ചു. കടയെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് കഴിച്ചിട്ട് നോക്കിയത്. അപ്പോൾ ഞാൻ പൊതുവെ ഈ പഴംപൊരി ബീഫ് കോമ്പോന്ന് ഇഷ്ടമുള്ള ആളാണ്. എനിക്ക് ഈ മധുരവും എരിവും ഒന്നും പറ്റൂല. പക്ഷെ സുജിത്ത് കഴിഞ്ഞ ദിവസം വാഴലയിൽ പൊതിഞ്ഞ് ഇതൊക്കെ തന്നപ്പോൾ ശരിക്കും ഇങ്ങനെ നമ്മൾ ഈ എന്താ പറയുക കണ്ണു തള്ളി പോകുമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് പറ്റിയ പണി ഇതാണ്, വേറൊരു ജോലി ചെയ്താണ്, നീ ഒരിക്കലും തിരിച്ചു പോരുന്നൊക്കെ പറഞ്ഞിട്ടാ പോയത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഞാൻ അന്നേരം ഇഷ്ടപ്പെട്ട ഒരു സാധനം ആയതുകൊണ്ട് വീട്ടിലേക്ക് 2 എണ്ണം മേടിച്ചുകൊണ്ടും പോയി. അവിടെ എത്തിയ അവര് അങ്ങനെയൊന്നും ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നല്ല എൻ്റെ അമ്മ. പുറത്തെ ഭട്ടു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇനി പോകുമ്പോൾ മേടിച്ചേക്കാന്ന് വിചാരിച്ചു വന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇവിടുത്തെ പഴംപൊരി കൊത്തുള്ള ആൾ നിസ്സാരക്കാരനല്ലെന്ന് മനസ്സിലാക്കണം. കേരളത്തിൽ അകത്തും പുറത്തോട്ട് ഉടനീളം പോയി ഫുഡ് വെറൈറ്റി ടേസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഐറ്റം എന്തായിരിക്കും കാണിച്ചാൽ തരും. ചൂടായിട്ട് തയ്യാറാക്കി വെച്ച പഴംപൊരി നമ്മൾ കല്ലിലോട്ടിട്ടാണ്. കാണാനൊരു രസമുണ്ടല്ലേ, അപ്പോൾ കഴിക്കാൻ എന്തായിരിക്കും. കുരുമുളക് പൊടി ഇട്ടപ്പോൾ ഉള്ള മണവേ ഇതമ്മോ. അപ്പോൾ ഇതിനകത്തോട്ടൊരു കിടില ഐറ്റം ചേരാൻ പോവാം. കണ്ടോ, ബീഫ് ബീഫ് ബീഫ്. ഇനി ഇവയെല്ലാം ചേർത്ത് ഇങ്ങനെ സുജിത്തിൻ്റെ കൈ കിടന്നൊരു കളിയുണ്ട്. ഇത് കണ്ടോണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വായിൽ വെള്ളം ഓർന്നില്ലേ? എൻ്റെ വായിൽ എപ്പോഴേ വന്നു. ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിന് അതിൻ്റേതായ ചില കലാരൂപങ്ങളും ചില ആരോഗ്യ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലും പീസ് വരാൻ പാടില്ലല്ലേ. അപ്പോൾ ഇതിലേക്ക് ബീഫ് എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലിൻ്റെ ഒരു പീസ് പോലും വരരുത്. കാര്യം നമ്മൾ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ചൈനീസിൻ്റെ എന്തോ ഒരു ആഹാരം പോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരിക്കലും ഞാൻ ചൈനീസ് ഫുഡ് കഴിച്ചിട്ടുണ്ടോ? ആകെയും പോകേം പരിചയമുള്ളത് നൂഡിൽസ്. അതിട്ട് കഴിക്കാനും അറിയത്തില്ല, കഴിച്ചിട്ടുമില്ല. പഴംപൊരി കൊത്ത് റോൾ, ആ റോള് ചെയ്യുന്നത് സുജിത്തിൻ്റെ പെങ്ങൾ സുചിത്രയാണ്. അപ്പോൾ നമ്മൾ കല്ലിലിട്ട് നല്ല വാട്ടിയ വാഴയില കെട്ടാൻ വേണ്ടിയിട്ടുള്ള വാഴവള്ളി. അപ്പോൾ നമുക്ക് തുടങ്ങാം. വളരെ വൃത്തിയോടെ വളരെ രസാവഹമായിട്ടാണ് ചെയ്തേക്കുന്നത്. പൊട്ടേ കല്ലിലേക്ക് വെച്ച് അതിന് കുറേ സമയം തിരിച്ചും മറിച്ച് ഇട്ട് നല്ല രീതിയിൽ ചൂടായിട്ട് എടുക്കുമ്പോഴത്തേന് ആ വാഴയിലയുടെ മണവും പൊറോട്ടയുടെ ചൂടും എല്ലാടെ നിന്നിട്ട് അകത്തെ ആ ഒരു ഐറ്റത്തിൻ്റെ ടേസ്റ്റ് ഡൊമോ കിടുക്കാച്ച്. ശരവണ ഹോട്ടൽ തേടി നമ്മൾ മാത്രമല്ല വന്നേക്കുന്നത്, കുറേ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. കുറച്ച് പേര് ഒന്ന് ടേസ്റ്റ് ചെയ്ത് പോയി. ഇപ്പോൾ അതേ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോഴിവർ പുനലൂരിൽ നിന്നാണ് നമ്മുടെ സുഹൃത്തുക്കൾ വന്നിരിക്കുന്നത്. ചേട്ടാ, ഈ ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ് ഹോട്ടൽ പൂർണ്ണമായിട്ടും അറിഞ്ഞ് വീഡിയോ കണ്ടിട്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്നപ്പോൾ എന്തൊക്കെയാണ് കഴിച്ചത്? കപ്പയും ബീഫും കഴിച്ചത്, പഴംപൊരിയും ബീഫും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ അത്യാവശ്യ കാര്യങ്ങളിലൂടെ ഒന്ന് കയറി ഇറങ്ങാമെന്ന് തന്നെ തീരുമാനിച്ചു. കഴിച്ചത് എങ്ങനെയുണ്ട്? കൊള്ളാം, ബീഫും. പിന്നെന്താ വേണം, ഇത്രയും ദൂരം തേടി വന്നിട്ട് കഴിച്ചിട്ട് മോശമായാൽ അവർക്ക് ഭയങ്കര വിഷമാവും. കാരണം മോശമാവത്തില്ല. കാര്യം ശരവണ എപ്പോഴും രുചിയുടെ കാര്യത്തിലേ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കത്തില്ല. ശരവണ ഹോട്ടലിൽ മാത്രമല്ല,
വയലോരം റെസ്റ്റോറൻറ്റ് ഒരു പേര് കൂടിയുണ്ട്. വാ. കപ്പക്കൊത്ത്, പച്ചമുളക് വീണു, പുതിനയില, കറിവേപ്പില, ക്യാരറ്റ് നുറുക്ക്, ക്യാപ്സിക്കം, പാകത്തിനുപ്പ്. ഇതൊക്കെ ശരിക്കും കണ്ടുപിടിച്ചതാണോ അതോ അച്ഛൻ്റെ കൂടെ നേരത്തെ കൈസഹായത്തിനൊക്കെ കയറി? അച്ഛനോട് സഹായം നിൽക്കത്തില്ല. അവസാനം അച്ഛൻ മരിക്കുന്ന ഒരു 3 ദിവസം മുമ്പ് ഒരു കൊത്തോടടിക്ക് ആൾ വന്നു. അപ്പോൾ അതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അച്ഛനതൊന്നും ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ അന്ന് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ കട തുറന്നപ്പോഴത്തേക്ക് അമ്മയാണ് അന്ന് കൂടെ അമ്മ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ചെയ്ത് ഇപ്പൊ ഇതിനകത്ത് പ്രൊഫസർ ആയിരിക്കും. പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഈ പഴംപൊരി കൊത്തറോളൊക്കെ സുജിത്തിന്റെ സുജിത്ത് തന്നെ കണ്ടുപിടിച്ച ഒരു കാര്യം അറിയാമോ? ഫേമസായ 3-4 പാചകത്തിന്റെ പ്രബന്ധങ്ങൾ തയ്യാറാക്കിയത് ഈ ഒരു ഒറ്റ മനുഷ്യനാണ്. ഭയങ്കരം തലയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മാസ്റ്റർ പീസ് ഐറ്റം ബീഫ്. അത് ഗ്രേവി കൂടുതലായിട്ടാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ആവും. ശരിക്കും പറഞ്ഞാൽ പത്തനംതിട്ട ഏരിയകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കപ്പ ബിരിയാണി എന്ന് പറയുന്നൊരു ഐറ്റം ഉണ്ട്. ഇതുപോലെ ബീഫും കപ്പയിലൂടെ മിക്സ് ചെയ്ത് ചിലവരത് ഒരുമിച്ചിട്ട് പാചകം ചെയ്യുന്നവരുണ്ട്, ചിലവർ രണ്ടായിട്ട് വെച്ചിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. ആ ചൂട് മണമുണ്ടല്ലോ. അപ്പോൾ അതേ അവസാന ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമ്മൾ ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു പ്ലേറ്റാണോ? ഒറ്റ പ്ലേറ്റ്. ഇതിങ്ങനെ ഒരുക്കി അലങ്കാരമാകേണ്ട സാധനങ്ങൾ അതാ ഇവിടെയുള്ളത്. കപ്പക്കൊത്ത്. എന്താ മണം, എന്തായിരിക്കും രുചി, ഞാൻ പറഞ്ഞുതരാം കഴിച്ചിട്ടേ. നമസ്കാരം. എൻ്റെ അടുത്ത് കണ്ടിട്ട് വാർത്ത വായിക്കാൻ ഇരിക്കുന്നല്ലോ തോന്നുന്നുണ്ടോ? ഞാൻ വാർത്ത വായിക്കാനൊന്നും ഇരിക്കുകയല്ല. പക്ഷേ വാർത്തയിലൊരു കാര്യം നിങ്ങളടുത്ത് പറയാൻ പോവാം. നേരത്തെ കുറേ വിഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തയ്യാറാക്കുന്നത് ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പോൾ അതൊക്കെ ദേ ഇപ്പോൾ ഇവിടേക്ക് വരും. എന്നിട്ട് ഞാൻ ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കും. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ രുചി അറിയത്തില്ല. നിങ്ങൾക്ക് രുചി അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ തന്നെ വരണം. ആദ്യമേ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സുജിത്തേ പോരട്ടെ, വിഭവങ്ങൾ പോരട്ടെ. എൻ്റെ മുമ്പിലിരിക്കുന്ന വിഭവങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല കൊതിയായിട്ടില്ലേ? ഇപ്പം എൻ്റെ കാര്യം ആലോചിച്ച് നോക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ പേരുകളൊക്കെ മറക്കാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയാം. കൊത്തു പൊറോട്ട, നല്ല മണമുണ്ട്. കപ്പക്കൊത്ത്, കപ്പയും ബീഫും വെജിറ്റബിളും എല്ലാം കൂടെ ചേർത്ത് മുട്ടയൊക്കെ ചേർത്തുള്ള കിടിലോസ്കേറ്റ്. പഴംപൊരി, കൊത്ത് റോൾ. ഇതൊന്ന് കഴിക്കാൻ അന്നേരം മുതൽ ഞാൻ കൊതിച്ചിരിക്കുക. കേരളത്തിന് സ്വന്തം മിക്സഡ് പുഴുക്ക്, കൂട്ടത്തിൽ ഉണക്കമ്മീൻ വറുത്തതും മാങ്ങ അച്ചാറ്, 2 ഐറ്റം ചമ്മന്തി. ഇപ്പോൾ ഹോട്ടലിലെ വലിപ്പത്തിൽ നിന്ന് ഒരു കാര്യമില്ലെന്ന് നിങ്ങൾ ഒരുപാട് എപ്പിസോഡുകൾ കണ്ട് മനസ്സിലായതാണ്. രുചി അതാണ് പ്രധാനം. ചുറ്റി എടുക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്കൊരു ഷവർമ ഫീൽ ചെയ്തില്ലേ? ഷവർമ അറബി ഫുഡാണെങ്കിലേ ഇത് നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ ഷവർമയാണ്. ആ പൊറോട്ടയുടെ ചൂടും ഇതിൻ്റെ വാഴയിലയിൽ ഇരുന്നപ്പോൾ ഉള്ള ആ അതിൻ്റെ ഒരു മണവും ഒരു കടിയുടെ കടിക്കും. അപാര കണ്ടുപിടുത്തത്തിനാണ് സുജിത്തിൻ്റെ കേട്ടോ. അക്കത്തിക്ക് താന വരുമ്പോൾ കയ്യെ കൊത്ത് കരിയും കൊത്തു, ചീപ്പ് വെള്ളം താറാമള്ളം, താറാമക്കടെ കയ്യിലൊരു വാങ്ക. കപ്പ ദേ മുളക് ചമ്മന്തി. ഓ, കപ്പയ്ക്ക് വലിയ രുചിയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ചമ്മന്തി അത് കിട്ടില്ല. നമ്മുടെ അയ്യങ്ങളെ കണ്ടുവരുന്ന കാച്ചിൽ, അത് ഈ ചമ്മന്തിയിൽ മുക്കിയിട്ട് നൈസായിട്ട് ദേ ഒരു ഇച്ചിരി മാങ്ങാച്ചാറോട് ചേർത്തിട്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും കപ്പയുടെ കൂടെ എന്തൊക്കെയാണ് ചേർക്കാൻ കഴിക്കുന്നത്. ഒന്നും കളയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് രുചിയുള്ള ഐറ്റമാണ്. പറയാൻ വരുമ്പോൾ പിന്നെ നമ്മുടെ പലയിടത്ത് പല പേരിലാണ് പറയുന്നത്. ഉണക്കമീൻ എന്ന് പറയുന്നുണ്ട്, ഉണക്ക കരുവാടെന്ന് പറയുന്നവരുണ്ട്, കരുവാടെന്ന് പറയുന്നുണ്ട്. ആ ഏരിയയുടെയും കാച്ചിലും ടേസ്റ്റിനും കൂടെ മാങ്ങയുടെ പുളിയുടെ ചെന്ന് അത് കഴിഞ്ഞ് ഈ ഉണക്കമീൻ്റെ ഉപ്പൂടെ ചെന്നപ്പോഴേ ഒന്നും പറയാനില്ല. ആ ഏരിയ ഓടിച്ച് തണുത്ത വെള്ളം ചെന്നപ്പോൾ സൂപ്പർ. പുതിനയിലൊക്കെ മേളിൽ നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട്. ഒരു കാര്യം മറന്നുപോയി, നാരങ്ങ പിഞ്ചില്ല. അളിയിഞ്ഞോട്ടിരിക്കട്ടെ.
ബീഫും പൊറോട്ടയുടെ നുറുക്കും വെജിറ്റബിളും എല്ലാം കൂടെ കയറി വരണം. ഇതിന് ടേസ്റ്റിന് എന്ത് വിവരണം നൽകണമെന്ന് എനിക്കറിയത്തില്ല. ഒറ്റ ഭാഷ പറഞ്ഞാൽ കലക്കനായിട്ടോ കേട്ടോ. ഇത് ഈ ഒരു പ്ലേറ്റ് 150 രൂപ മേടിച്ച് കഴിച്ചാൽ ഉറപ്പായിട്ടും രാവിലെ തൊട്ട് വൈകിട്ട് വരെ വിശപ്പ് നിങ്ങളെ തിരിഞ്ഞ് നോക്കത്തതേയില്ല. ഇത് നമ്മുടെ സ്വന്തം കപ്പാകൂത്ത്. നാരങ്ങ നീരിട്ടിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. ഞാൻ ഈ കഴിക്കുന്നത് കണ്ടിട്ടോ സൂപ്പറാണെന്ന് പറഞ്ഞാലോ ഒരിക്കലും നിങ്ങൾക്ക് ഈ രുചി കിട്ടത്തില്ല. ഈ രുചി കിട്ടണം എന്ത് ചെയ്യണം? നിങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ തന്നെ വരണം. അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന വഴിയെന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു 6 കിലോമീറ്റർ ചെല്ലുമ്പോൾ പനവേലി എന്ന് പറയുന്ന ജംഗ്ഷന് മുമ്പായിട്ട്, പനവേലി സ്കൂളിന് മുമ്പായിട്ട് തിരുവനന്തപുരത്തേക്ക് പോകും വലത് സൈഡിലേക്ക് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ശരവണ ഹോട്ടൽ. ഒരു 100 മീറ്റർ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വയലിൻ്റെ കരയ്ക്കായിട്ട് നമ്മുടെ ശരവണ ഹോട്ടൽ ആൻഡ് വയലോരം റെസ്റ്റോറൻറ്റ്. അവിടെ വന്നു കഴിഞ്ഞാൽ അതേ എൻ്റെ മുമ്പിലിരിക്കുന്ന കിടുക്കാച്ചി ഐറ്റംസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വരുന്ന ദിവസങ്ങൾ ശ്രദ്ധിക്കുക. തിങ്കളാഴ്ച ദിവസം നമ്മൾ കട തുറക്കത്തതേയില്ല. ബാക്കി ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളിലും ഈ ഐറ്റംസ് എല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ കാപ്പി ഐറ്റംസ് എല്ലാം കിട്ടും. ഉച്ചയ്ക്ക് കപ്പ, ബീഫ് കറി, മീൻ പൊരിച്ചതെല്ലാം കിട്ടും. ദേ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വെറൈറ്റി ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ 4 മണിക്ക് ശേഷം വരിക. വെജിറ്റബിളിൻ്റെ ടേസ്റ്റ് ബീഫിൻ്റെ മേളിൽ നിൽക്കുകയാണ്. ഇതെല്ലാം ഇത്ര പെട്ടെന്ന് എന്നെ കൊണ്ട് തീർക്കാൻ പറ്റണമെങ്കിലേ അമ്മാതിരി രുചിയാണ് ഈ ഐറ്റങ്ങൾ, ഒന്നും പറയാനില്ല. അപ്പം ഇത് നിങ്ങളോട് മാത്രം പറഞ്ഞാൽ പോരാ, ഇത് ഉണ്ടാക്കിയിട്ട് സുഹിത്തിനോട് വിളിക്കാം. സുഹിത്തേ, നല്ല എരിവായി നിൽപ്പുണ്ട്. സുഹിത്തെ എല്ലാം ഒന്നിനൊന്ന് മെച്ചം, ഒരുപാട് ഇഷ്ടപ്പെട്ടു. കയ്യിൽ വെച്ചിലാണ് ഞാൻ ഷെയ്ക്കാണ്ട് തരുന്നില്ല, അടിപൊളി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നതേ വീട്ടിൽ ഭാര്യയായിട്ട് ചെറിയൊരു ഉടക്കുണ്ടായിട്ടാണ്. ഇപ്പോൾ സാധാരണ പുറത്തുനിന്ന് പൊറോട്ട, ബീഫോ, ചിക്കൻ കറിയൊക്കെയാണ് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിലേതൊരു ഐറ്റം ഒരു ശകലം വെച്ച് കൊടുത്താൽ അപ്പോൾ ഓക്കെ. അപ്പം എല്ലാം ഓരോ പ്ലേറ്റ് പോരട്ടെ. ഓക്കെ. അപ്പം നിങ്ങളിവിടെ വരാൻ മറക്കരുത്, ഓരോ പ്ലേറ്റ് കഴിക്കാൻ മറക്കരുത്. ഈ ശരവണയുടെ രുചി നിങ്ങളുടെ വായിൽ എന്നും നിലനിൽക്കണം, എവിടെ പോയാലും എപ്പോഴും. ഓക്കെ, അപ്പം വീണ്ടും കാണാം. ബൈ.